നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മേ, അമ്മേ ഇതൊന്ന് നോക്കി. എല്ലാം മനസ്സിലാവുന്ന നിനക്ക് പോലും അത് മനസ്സിലാവുന്നില്ലല്ലോ. പറഞ്ഞ് വീണ്ടും എന്റെ വിവാഹകാര്യത്തിലേക്കാണെങ്കിൽ നിന്റെ വിവാഹകാര്യം പറഞ്ഞാൽ എന്താ കുഴപ്പം? ഒരു കാര്യം നീ മനസ്സിലാക്കണം. രഘുവേട്ടന് പോലും പിടികൊടുക്കാതെ നിങ്ങളുമായിട്ട് ഓടി നടന്ന് കൈകാലുകൾക്കും മനസ്സിനും നല്ല തളർച്ചയാ. ഇനി അധിക കാലമൊന്നും ഇല്ല, അതെന്റെ മനസ്സ് പറയുന്നുണ്ട്. ദേ, ഞാൻ പറയുന്നത് അനുസരിക്കാൻ നിനക്ക് ഉദ്ദേശമില്ലെങ്കിൽ പിന്നെ എന്റെ അടുത്ത് ഒറ്റ മാർഗമേ ഉള്ളൂ. നിന്നെയും കൊണ്ടുപോയി ശിവാനന്ദനെ ഏൽപ്പിക്കുക, നിന്റെ ചെറിയച്ഛനെ. അവര് തീരുമാനിക്കട്ടെ നിന്റെ കാര്യം. അപ്പോ എന്നെ കൂടെ നിർത്തി മതിയായല്ലേ? മതിയായി. എനിക്കിങ്ങനെ ഉള്ളിലും പുറത്തും കനലായിട്ട് നടക്കാൻ വയ്യ. അമ്മേ, ഇപ്പോഴും നീ പറയുമല്ലോ ജ്യോതിയുടെ നന്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ നീ തയ്യാറാണെന്ന്. അവളുടെ നന്മയ്ക്ക് വേണ്ടിയാ, അവളെ ഒരാളുടെ കൈപിടിച്ചു കൊടുക്കാൻ വേണ്ടിയാ. അതിനു വേണ്ടിയെങ്കിലും ഒരു കല്യാണത്തിന് നിനക്ക് തയ്യാറായിക്കൂടെ? അത് അമ്മേ, എനിക്ക് കുറച്ച് സമയം തന്ന സമയം ഒരുപാട് കൂടുതലാ. ഇനിയും നീ ഒരു തീരുമാനത്തിൽ എത്തിയില്ലെങ്കിൽ ചിലപ്പോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരുത്തരെ വീണ് ചത്തുപോവും. അതാ ഉണ്ടാവുക. ഓടിയതും ഒളിച്ചതും ഒക്കെ വെറുതെ ആവും. വെറുതെ. അമ്മേ, ജ്യോതി എവിടെ? അവള് മുറിയിലില്ലേ? അവിടെ കണ്ടില്ല, അതാ ഞാൻ ചോദിച്ചേ. അവൾ എവിടെ പോവാനാ? നീ ആദ്യമോനോട് ചോദിച്ചേ. ശരവണ, ജ്യോതിയെ കണ്ടായിരുന്നോ? ഇല്ലേ, എന്നാച്ച്? അവൾ ഇവിടെ എവിടെയും കാണുന്നില്ല. എന്നാ? അപ്പോ ആദ്യം എവിടെ? മോൻ അപ്പുറത്തിരുന്ന് കളിക്കുന്നുണ്ട്. ശരവണ, നീ ഒന്ന് നോക്ക്. ശരിയമ്മ. അമ്മേ, ഇനി അപ്പുറത്തെ വീട്ടിലേക്ക് എങ്ങനെ പോയി കാണോ? എന്നാ ഞാനിന്ന് പോയി ചോദിക്കട്ടെ. ആ. എന്താ സുജാതെ? മോളുണ്ടോ ഇവിടെ?
ആര്? പത്മമോളോ? അല്ല, ജ്യോതി. ജ്യോതി ഇല്ല. എന്തു പറ്റി? ആ, മോള് വീട്ടിലില്ല. ഇങ്ങോട്ടെങ്ങാനും വന്നോ എന്ന് സംശയിച്ചു. ഇല്ല അല്ലേ? ഇല്ല. ശരി. സുജാതെ, ഒരു മിനിറ്റ്. എന്താ ഒരു ടെൻഷൻ പോലെ? ഒന്നുമില്ല, പുറത്തെങ്ങാനും പോയതായിരിക്കും. പക്ഷെ പറയാതെ അവളങ്ങനെ ഒരിടത്തും പോവാറില്ല. അതുകൊണ്ടാ ഒരു... അമ്മേ, അമ്മേ, ഇതൊന്ന് നോക്കി. എന്താ മോളെ പറ്റിയത്? ഈ കത്തിലെന്തുവാ? ജ്യോതി ഇവിടെ അടുത്തുള്ള ആനന്ദാശ്രമത്തിലേക്ക് പോവാണെന്ന് എഴുതിയിരിക്കുന്നത്. ഇനി അവിടെയാണ്, തിരിച്ചു വരില്ലെന്നും കത്തിലുണ്ട്. അതെന്താ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അതും ഇത്ര ചെറുപ്പത്തില്? എന്താ സുജാതെ പറ്റിയത്? ഞാൻ എന്താ പറയാ? നിങ്ങളൊക്കെ കാണുന്നതിനപ്പുറത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്നുണ്ട്. അതെല്ലാം കൂടി നിങ്ങളോടിപ്പോ പറയാൻ എനിക്കാവില്ല. എന്തെങ്കിലും ഒരിക്കൽ ഞാൻ നിങ്ങളോട് പറയാം. ജ്യോതി നമ്മളെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ മോള്. അമ്മ ഇനി എന്താ ചെയ്യേണ്ടത്? അമ്മേ, അമ്മേ, ടീച്ചറെ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.